പന്ന്യൻ സാധാരണക്കാരനാണ്. ഇവിടുത്തെ ജനത്തിനറിയാം, ജനത്തിൻ്റെ പ്രശ്നങ്ങളറിയാം. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും പന്ന്യനുമായി ബന്ധപ്പെടാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു മാറ്റം വരേണ്ട ആവശ്യമാണ് കേരളത്തിന്. ഈ 15 വർഷം കൊണ്ട് ഈ ശശി തരൂർ എന്ത് വികസനം ഇവിടെ നടത്തിയത്? ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്താണ് തീരുമാനിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലേ ഉള്ളത്. എന്ന് വെച്ചാൽ ഒന്ന് സാമ്പത്തിക പ്രശ്നമുണ്ട്, രണ്ടാമത് ഈ പറഞ്ഞ പോലെ വികസന പ്രശ്നമുണ്ട്. ഇതെല്ലാം ജനം ചർച്ച ചെയ്യും. പന്ന്യൻ രവീന്ദ്രൻ ഒരുപക്ഷെ ഈ ഭരണത്തിന്റെ നേട്ടം കൊണ്ട് ചിലപ്പോൾ കയറി വരാം. പ്രസ് വൺ ടിവിയുടെ ഇലക്ഷൻ പര്യടനം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ തീരദേശ മേഖലയിലാണ്. നമുക്കിവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം ആർക്കാണ് സാധ്യത. പന്ന്യൻ രവീന്ദ്രനാണോ, അതോ ശശി തരൂരിനാണോ, അതോ പുതിയതായിട്ട് വന്നുള്ള രാജീവ് ചന്ദ്രശേഖരനാണോ എന്ന്. ഇലക്ഷൻ ഇനി ഒരു മാസത്തിനടുത്തുണ്ട്. എന്തൊക്കെയാലും അപ്പോഴത്തേക്ക് വ്യൂ വീണ്ടും മാറുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്കിപ്പോൾ ചോദിക്കാം അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയാണെന്ന്. തരൂരാണോ, പന്ന്യനാണോ, അതോ രാജീവ് ചന്ദ്രശേഖരനാണോ എന്ന്. പന്ന്യൻ സാധാരണക്കാരനാണ്. ഇവിടുത്തെ ജനത്തിനറിയാം, ജനത്തിൻ്റെ പ്രശ്നങ്ങളറിയാം. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും പന്ന്യനുമായി ബന്ധപ്പെടാൻ കഴിയും. ന്യായമായും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരാളാണ്. പന്ന്യനെക്കുറിച്ച് തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാര്യത്തിൽ സാധാരണക്കാരനാണ്. അതാണൊരു പ്രത്യേകത. മറ്റുള്ളവരെല്ലാം മറ്റേ ഹൈ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാരുടെ വിഷമം അറിയുന്ന ആൾക്കാരാണ്. 15 വർഷമായിട്ട് തരൂർ ഇവിടുത്തെ MP ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ വന്നിട്ടുമില്ല. ഇവിടെ ജനങ്ങൾ ആരാണെന്ന് അറിയില്ല. അവരെക്കുറിച്ച് അവരുടേതായ പ്രവർത്തകരുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കുക. പൈസ ഇപ്പോൾ ഒരു മാറ്റം എന്തായാലും ആഗ്രഹിക്കുന്നു. ജനം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹം എന്തായിരുന്നാലും പന്ന്യനോടൊപ്പമാണ് ഇത്തവണ. இப்போ ஓட்டு இங்கே தான் இங்கே இப்போ இங்கே என்ன முடிவு பண்ணல திருவனந்தபுரம் தானே உங்கள் ஓட்டு? ஆமாம். அப்போ இப்போ 3 பேர் இருக்குது. சசி தரூர் இருக்குது, பன்னீர் ரவீந்திரன் இருக்குது, ராஜீவ் சந்திரசேகர் இருக்குது, BJP இருக்குது, CPM இருக்குது, കോൺഗ്രസ് இருக்குது. വയനാട്ടിൽ ആരെ ജയിക്കാമോ? ജയിക്കാന്നല്ല, ആര് ജയിക്കാനാണ് താല്പര്യം? വയനാട്ടിൽ ജയിക്കാൻ താല്പര്യം ഇപ്പോൾ അവിടെ ജയിക്കുന്ന എന്തായാലും രാഹുൽ ഗാന്ധി ജയിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ താല്പര്യം വെച്ചിട്ട് കാര്യമില്ല, രാഹുൽ ഗാന്ധി ജയിക്കത്തുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ്? പെർഫോമൻസ് പറയായിരുന്നെങ്കിൽ വയനാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നല്ല അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്കാണ്. ഒരു മനുഷ്യന് ഞങ്ങൾക്കൊന്നും ടൗണിൽ പോകാൻ പോലും പറ്റില്ല. ശരിക്കും അങ്ങനെ ഒരു വളരെ വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുണ്ട്. പിന്നെ ഉപകാരം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു. എന്നാലും അത്രയൊക്കെ തന്നെ. എന്താണ് അഭിപ്രായം? കുറേ നാളുകൊണ്ട് നിൽക്കണമല്ലോ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങൾക്ക് വരാറുണ്ട്. ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടോ? അത് പുള്ളി മാറ്റം വരണമെന്നാണ്. 3 പേര് നിൽക്കില്ലേ, ഭയങ്കര പാടാണ്. നാലാമതാണ് 15 വർഷം കംപ്ലീറ്റ് ആയി. നിങ്ങൾ പറയാൻ പറ്റില്ല. നമ്മളിപ്പം ഓസ്ട്രേലിയയിലൊക്കെ എല്ലാം കോൺഗ്രസ് തന്നെയാണ് വോട്ട് ചെയ്യണം, പണ്ട് തൊട്ടേ ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ പുതിയ BJPയുടെ ഒക്കെ കാൻഡിഡേറ്റ് നല്ല കാൻഡിഡേറ്റേ വന്നേക്കണം. വ്യത്യാസം വരുമായിരിക്കും. ഓക്കെ. ഒപ്പീനിയൻ അങ്ങനെ പ്രത്യേകിച്ച് ഒപ്പീനിയനൊന്നുമില്ല. 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നവർ മാറി പുതിയൊരു ഭരണം വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ 15 വർഷമായിട്ട് തരൂർ MP ആണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇലക്ഷൻ സമയത്തേ പുള്ളിയെ ഇവിടെ കാണാറുള്ളൂ, എല്ലാ സമയത്തൊന്നും പുള്ളിയെ കാണാറില്ല. പിന്നെ നമ്മുടെ ജനങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾ വന്നാൽ ഇത്തിരി കൂടെ നമുക്ക് നന്നായിരിക്കും. അതാണ് നമ്മുടെ ഒരു. പന്ന്യൻ രവീന്ദ്രനെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം? പുള്ളി ഇത്തിരി കൂടെ ജനങ്ങളുമായിട്ട് ഇത്തിരി കൂടെ ഒരു സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് തോന്നുന്നു. മറ്റേതാകുമ്പോൾ ഇലക്ഷൻ കഴിയും പോകും, പിന്നെ അടുത്ത ഇലക്ഷനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു സംവിധാനം മാറി പുതിയൊരു രീതി വരണം. എന്തായാലും ഒരു മാറ്റം എല്ലാവർക്കും വേണമല്ലോ. പുള്ളി ഇപ്പോൾ 15 വർഷമായില്ലേ, അപ്പോൾ പുതിയ ആൾ വന്ന് പുതിയ രീതി വരട്ടെ. എന്തായാലും നമുക്ക് ആർക്കും വോട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഇതില്ലല്ലോ, ആരായാലും കയറണം. അപ്പോൾ പന്ന്യൻ രവീന്ദ്രനാണ് കൂടുതൽ. എന്തായാലും BJP വരാൻ വേണ്ടി ഓരോ ചാൻസ് ഇല്ല, വന്നിട്ടും കാര്യമില്ല നമ്മുടെ ഇടയിൽ. അപ്പോൾ പന്ന്യൻ രവീന്ദ്രനാണ് ഞാൻ. 3 ശക്തികളല്ലേ, വ്യക്തിപരമായിട്ട് നോക്കിയാലും ജനങ്ങളുടെ തീരുമാനം പോലെ ഇരിക്കും. തരൂർ ഇപ്പോൾ 15 വർഷമായിട്ട് MP ആണ്. പുള്ളിയുടെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഗുണവും പറയത്തക്ക ഇല്ല, ദോഷവും പറയത്തക്ക, തെറ്റ് പറയത്തക്ക ഇല്ല. അതാണ് രണ്ടുമില്ല. പിന്നെ എപ്പോഴും ഒരു നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സത്യമായിട്ട് പറയും. ഇപ്പം നമ്മുടെ നമ്മുടെ ഇസ്രായേലി പ്രശ്നമായാലും അതൊക്കെ സത്യസന്ധമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഇത് അയാളായിട്ട് നമുക്ക് പ്രത്യേക സ്നേഹമുള്ളൂ. അതായത് കപടമായിട്ടുള്ള രാഷ്ട്രീയമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ട്.
അപ്പം 3 പേര് ഇപ്പം കുറച്ച് നാളിന് ശേഷമാണ് 3 ശക്തരായ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ ഇത്തവണ മത്സരം എങ്ങനെ കടുക്കുമോ അതോ എല്ലാ പ്രാവശ്യവും തരൂർ തന്നെ വീണ്ടും കയറുമോ? അല്ല, ജനം എല്ലാം അഭിപ്രായങ്ങളും അല്ല, ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്താണ് തീരുമാനിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒന്ന് സാമ്പത്തിക പ്രശ്നമുണ്ട്, രണ്ടാമത് ഈ പറഞ്ഞ പോലെ വികസന പ്രശ്നമുണ്ട്. ഇതെല്ലാം ജനം ചർച്ച ചെയ്യും. അപ്പൊ അതില് ആർക്കാണ് കേന്ദ്രത്തിൽ ആര് വന്നാലാണ് നമുക്ക് തിരുവനന്തപുരത്ത് ഗുണം ചെയ്യുമെന്ന് നോക്കിയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു പരിധിയുള്ള ആൾക്കാർക്ക് എത്രയോ വിവരവും കാര്യക്ഷമതയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്കായിരിക്കും എന്ന് പറഞ്ഞാൽ 3 ബലാബലം നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം BJP സെക്കൻഡ് വന്നതല്ലേ. ഇപ്രാവശ്യം പറയാൻ പറ്റില്ല. 3-ല് ഇപ്പം ഏതാ ഇപ്പം ശശി തരൂരിനാണ് ഒരു ചെറിയൊരു 15 വർഷമായിട്ട് തരൂർ ഇപ്പോൾ MP ആണ്. 10 വർഷം 15 വർഷം 2009 തൊട്ട് പുള്ളി MP ആണ്. അപ്പോൾ 15 വർഷം പുള്ളി ഇനി ജയിക്കാൻ 20 ആവും. പന്നി രവീന്ദ്രൻ ഒരു പക്ഷേ ഈ ഭരണത്തിന്റെ നേട്ടം കൊണ്ട് ചിലപ്പോൾ കയറി വരാം. കാരണം നമ്മുടെ ഇപ്പം ഭരിക്കുന്ന ഈ ഭരണത്തിന്റെ മികവ് കൊണ്ട് ചിലപ്പോൾ കയറി വരാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്ത് പോയതാണ്. അപ്പൊ ഇതിന്റെ മികവ് കൊണ്ട് ചിലപ്പോൾ രാജ് ചന്ദ്രശേഖരാണ് ഇപ്പൊ BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ഇത്തിരി കഴിവുണ്ട്, പക്ഷെ ഗുണമില്ല. ഒന്നീ പന്നിനല്ലേ തരൂരായിരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തില്? ഇത് പക്ഷെ രണ്ടും ബലാബലം നിൽക്കും, പന്നീനും ശശി തരൂർ. കാരണം ശശി തരൂർ 15 വർഷം, ഞാൻ 10 എന്നാണ് വിചാരിച്ചത്. 15 വർഷം ആയ സ്ഥിതിക്ക് ഒരു പക്ഷേ ആൾക്കാർ പന്നി രവീന്ദ്രനെ കൈകൊടുക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അഭിപ്രായം ഇപ്പം പ്രത്യേകിച്ച് പറയാനില്ല. ഇവിടെ ഏതായാലും രാജീവ് ചന്ദ്രശേഖരനാണ് നല്ലൊരു സേവനം തുടങ്ങിയിരിക്കുന്നത്. ഹോസ്റ്റൽ മേഖലയിൽ നല്ലപോലെ വർക്ക് നടക്കുന്നുണ്ട്. ഇന്ന് വരെ ഹോസ്റ്റൽ മേഖലയിൽ പോകാത്ത മേഖലകളിലെല്ലാം അഭ്യർത്ഥന നോട്ടീസുകളും ഇതെല്ലാം ഇവിടെ നിന്ന് ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ശക്തമായ ഒരു വർക്കാണ് ഈ തവണ നടക്കുന്നത്. പക്ഷെ ഒരുപാട് മാറ്റം ഈ തവണ നമുക്ക് പ്രതീക്ഷിക്കാം. തരൂർ 15 വർഷമായിട്ട് തരൂരാണ് MP. അപ്പം ഒരു മാറ്റം വരുമെന്നാണ് ചേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും ഒരു മാറ്റം വരേണ്ട ആവശ്യമാണ് കേരളത്തിന്. ഈ 15 വർഷം കൊണ്ട് ഈ ശശി തരൂർ എന്ത് വികസനമാണ് ഇവിടെ നടത്തിയത്? യാതൊരു വികസനം ഇവിടെ നടത്തിയിട്ടില്ല. വേറെ ഹൈമാസ് ലൈറ്റ് മാത്രമേ ഇവിടെ നടത്തിയിട്ടുള്ളൂ. ഒരു ഹൈമാസ് ലൈറ്റ് നടത്താൻ വേണ്ടി 15 വർഷത്തിന് MP ആവശ്യം കേരളത്തിലില്ല. അപ്പോൾ ഒരു മാറ്റം വരും, തീർച്ചയായിട്ടും വരും. ആർക്കായിരിക്കും? തരൂരായിരിക്കോ, ചന്ദ്രശേഖരനായിരിക്കോ, പന്യനായിരിക്കോ? ചന്ദ്രശേഖരൻ ജയിക്കാനാണ് സാധ്യത. ചന്ദ്രശേഖരൻ ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടായിരിക്കും ചേട്ടൻ അങ്ങനെ പറയുന്നത്? ചന്ദ്രശേഖരൻ തരൂരിനെയും കാട്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. IT മേഖലയിലൊക്കെ തൻ്റെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. അതുമല്ല, ചന്ദ്രശേഖരൻ ജയിച്ചാൽ തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനോട് തിരുവനന്തപുരം കൂടുതൽ വികസനം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഒരു 15 വർഷത്തിന് ശേഷം ഒരു മാറ്റം വേണം, 100 മാറ്റം വേണം. തരൂരിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ്? 15 വർഷമായിട്ട് പുള്ളി MP ആണ്. നല്ല പ്രവർത്തനമൊക്കെ കൊള്ളാം. പന്ന്യൻ രവീന്ദ്രനാ? അദ്ദേഹം കയറിയതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. 3 വർഷം കഴിഞ്ഞ് മാറി. പിന്നല്ലാതെ ഇതിലൊക്കെ ഇരുന്നാൽ കുറച്ച് കാലം നീണ്ടു പോകും. ഇപ്പോൾ ഉള്ള ഭരണത്തിന് ഇത് തന്നെ നല്ലത്. ഓക്കെ, കോൺഗ്രസ്സാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തിരുവനന്തപുരത്ത് ഇവിടുത്തെ ട്രെൻഡനുസരിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. എല്ലാവരും ഈക്കലോട്ട് നിൽക്കുകയാണ്. എങ്കിൽ തന്നെയും ശശി തരൂരിന് പഴയ ഭൂരിപക്ഷമൊന്നും കിട്ടാനില്ല, പഴയ ട്രെൻഡൊന്നും ഇല്ല ശശി തരൂരിന്. എൻ്റെ ഇതിലാകട്ടെ സാധാരണക്കാരനായ ഒരാളായതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം മുൻതൂക്കം ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പറയാനുള്ളത്. തരൂർ 15 വർഷമായിട്ട് തരൂർ MP ആണ്. MPയുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നുമില്ല. MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി വാദിക്കുക എന്നല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, വാസ്തവം തന്നെയാണ്. അതിനപേക്ഷിച്ച് പന്ന്യൻ രവീന്ദ്രൻ സാധാരണക്കാരുടെ സാലറിയിട്ട ഒരാൾ, പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആവണമെന്നുള്ള തിരുവനന്തപുരത്തിന് വികസനം ഉണ്ടാവും, വാസ്തവമുള്ള കാര്യമാണ്. ഇത് യാഥാർത്ഥ്യം. ഇനി അങ്ങോട്ട് ഇലക്ഷൻ അടുപ്പിച്ച് വരുമ്പോൾ ട്രെൻഡ് കുറച്ചുകൂടെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അതെ അതെ അതെ. എന്തായാലും ഇപ്പം തരൂരിന് എന്തായാലും മുൻതൂക്കം ഇല്ല. പ്രചരണം മൊത്തം നടക്കുന്നത് പിന്നെ പന്ന്യനും ചന്ദ്രശേഖരനുമാണ് നടക്കുന്നത്. ഒരു മാറ്റം വരും ഇത്തവണ. മാറ്റം വരുമെന്നാണ്. മാറ്റം വരണമല്ലോ. 15 വർഷം കൊണ്ടിരുന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫ്ലഡ് ലൈറ്റുകൾ മാത്രം കൊണ്ടുവച്ചിട്ട് വികസനമാവില്ലല്ലോ.
അദ്ദേഹം വന്നപ്പം തന്നെ പറഞ്ഞത് ബാഴ്സലോണ നഗരമാക്കും തിരുവനന്തപുരം സിറ്റി എന്നത്. തിരുവനന്തപുരത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, വാസ്തവം തന്നെയാണ്. ഒരു മാറ്റം വരും. തിരുവനന്തപുരത്തിൻ്റെ നില വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പന്നിയൻ രവീന്ദ്രൻ സഖാവ് മുൻപന്തിയിൽ പൂർണ്ണമായിട്ടും ജയിച്ചു എന്ന് തന്നെ വിശ്വസിച്ചു. ഇടതുപക്ഷം തിരിച്ചു പിടിക്കും മണ്ഡലം. തിരിച്ചു പിടിക്കും, തീർച്ചയായും തിരിച്ചു പിടിക്കും. തരൂരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? തരൂരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ പുള്ളി ഇടപെടുന്ന ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും വിഹിതങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള കുറച്ച് തുച്ഛമായ ആൾക്കാരുടെ കയ്യിൽ മാത്രമായിട്ട് ആ ഫണ്ട് ചെന്നെത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അത് എത്തേണ്ട വ്യക്തികളുടെ കയ്യിലെത്തുന്നത്. ഇങ്ങനെ കുറച്ച് കുഴപ്പങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നു. ഒരു 15 വർഷത്തിന് ശേഷം ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് ചേട്ടൻ പറയുന്നത്. മാറ്റമുണ്ട്, സത്യമായിട്ട് അതുണ്ടാവും. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഇടതുപക്ഷ സംസ്ഥാന സർക്കാർ വന്നതിന് ശേഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി അതിനെ ഏതെല്ലാം തരത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ആ സമയത്തും ഇടതുപക്ഷം മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ഓടിയിട്ടുണ്ട് ഇവിടുന്ന്. അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് അത് നിർത്തിവെക്കാതെ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ അത് പണിയെ മുന്നോട്ട് നയിക്കുകയും എത്രയോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ട ഇപ്പോഴും അത് ഇഴഞ്ഞു നീങ്ങുന്ന മട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്.